ചങ്കളതെ എനിക്ക് രണ്ട് അമ്മമാരെ ഓട്ടം വിളിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. അവർക്ക് അവിടുത്തെ കടകളിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തത് എനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് കേട്ടോ. ഇതേ ഒരു ജഗ് ഉണ്ട്, 2 ജഗ് ഉണ്ട്, പിന്നെ കുറച്ച് 2-3-4 കർച്ചീഫ് ഉണ്ട്. പാടം എനിക്ക് ഇന്നൊരു വീക്ക്നെസ് ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ കുറച്ചു നേരം വിശ്രമിക്കണം. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി നേരം വിശ്രമിക്കുക, ഒരു വീഡിയോ എടുക്കാന്ന് ഓർത്ത്. ചങ്കളെ നമസ്കാരമുണ്ട്. എന്നെ 2 അമ്മമാര് ഓട്ടം വിളിച്ചായിരുന്നു. തപനൂർക്ക് പോണം മോനെ. അപ്പൊ അവർക്ക് എടപ്പാള് തന്നെ 2-3 കടകളിൽ കയറാണ്ട്, കാലുകൊണ്ട് നടക്കാൻ വയ്യ. അപ്പൊ മോൻ കടകളിലൊക്കെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടിൽ വിട്ട് പോണ വഴിക്ക് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാണിച്ച ഐറ്റംസ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇത് മോൻ വെച്ചോന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ റേറ്റ് പറഞ്ഞ് ഇത്ര രൂപയെന്ന് പറഞ്ഞ് എനിക്ക് ഗൂഗിൾ പേയിൽ അവർ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ ഇടാറുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് അപ്പൊ തന്നെ അമ്മ അത് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഗൂഗിൾ പേയിൽ അവർ പൈസ അയച്ചത് ഞാൻ തിരിച്ചു പോകുന്നത് ഇപ്പൊ ഈ കാണിച്ച സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചേരം ഇരിക്കും. നല്ല കാറ്റാണ് ഇവിടെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഗൂഗിൾ പേ ചെക്ക് ചെയ്തപ്പോ പറഞ്ഞതിലും 10-70 രൂപ കൂടുതലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അമ്മമാരാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ആൾക്കാരുടെ മനസ്സറിഞ്ഞും എന്താ പറയാ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സുള്ളവരെയൊക്കെ ദൈവം പിന്നെയും സഹായിക്കുക തന്നെ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും എനിക്കിന്ന് വളരെ സന്തോഷമായി അവരെ അടുത്ത് പോയിട്ട്. അപ്പൊ ഞാന് ഒരു പ്രത്യേകം നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അവർക്ക് മാത്രമല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളെ പല സ്ഥലത്തും ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് സ്വന്തം മക്കളെ പോലെ വീട്ടിന്റെ അകത്ത് കയറ്റിയിരുത്തി ചായ തന്ന് ഞങ്ങളെ സൽക്കരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈ സ്നേഹം എന്നും ഒന്നും ഉണ്ടാവണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.